ഇഗ്നോ ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റിയുടെ BPS 184, അതായത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ബുക്കിലെ ഫസ്റ്റത്തെ ഒരു യൂണിറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്. നമ്മൾ ഒരുപാട് തവണ ലോജിസ്റ്റിക്സ് എന്താണ്, അത് ഈ ഒരു അടുത്തായിട്ടാണ് കുറച്ചും കൂടി കൂടുതൽ നമ്മൾ ലോജിസ്റ്റിക്സ് അക്കൗണ്ടിങ്, ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്നൊക്കെ രീതിയിൽ നമ്മൾ കേട്ട് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതെന്താണ്, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ബ്ലോക്ക് 1 അതിൻ്റെ ഇൻട്രൊഡക്ഷറി പാർട്ടാണ്. അപ്പോൾ അത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ലോജിസ്റ്റിക്സിൻ്റെ കൺസെപ്റ്റ്, എന്താണ് ലോജിസ്റ്റിക്സ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ് ആൻഡ് ദർ ഫോംസ്, ഈ യൂണിറ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. എന്താണ് ലോജിസ്റ്റിക്സ്, അതിൻ്റെ ഒരു ഇൻട്രോ എന്താണ്, നമ്മൾ ഒരുപാട് കേട്ട് തുടങ്ങി അല്ലേ, ഇങ്ങനെയാണ് ലോജിസ്റ്റിക്സ്, അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിംഗ് എന്താണത്. അപ്പോൾ ഈ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമോ ടേമോ ഒന്നുമല്ല. എന്താണ്, ജസ്റ്റ് ഒരു ഫിസിക്കൽ മൂവ്മെൻറ്റ് ഓഫ് എ ഗുഡ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ മൂവ്മെൻറ്റ് ഓഫ് എ പ്രോഡക്റ്റ്, അതാണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അതായത് the activities pertaining to the production and delivery of products and services assume important. അതായത് ഒരു സാധനത്തിൻ്റെ പ്രൊഡക്ഷൻ മുതൽ അത് ലാസ്റ്റ് ബയ്യറിൻ്റെ അടുത്ത്, കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് എത്തണ വരെയുള്ള ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ലോജിസ്റ്റിക്സ് എന്ന് പറയാം. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഇവിടെ എന്തൊക്കെ ടേംസ് ആണ്. കമ്പനി, എൻ്റർപ്രൈസ്, ഫേംസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്താണ് കൺസെപ്റ്റ് ഓഫ് ലോജിസ്റ്റിക്സ്. കൺസെപ്റ്റ് ഓഫ് ലോജിസ്റ്റിക്സ് നോക്കുക. എന്താണ് ഒരു ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ടേം ലോഗോസ് എന്ന് വന്നതാണ്. പിന്നെന്താണ് ഓർഡർ എന്നാണ്, വിച്ച് ഡിനോട്ട് ഓർഡർ. ഇതൊക്കെ നമുക്ക് എന്താണ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ടേംസ് കാര്യങ്ങളൊക്കെ. പിന്നെ എന്താണ് ഫ്രഞ്ച് വേർഡ് ലോഗർ എന്നും എന്തുണ്ട് ഇത് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഇതിന്റെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് വന്നത് എന്നൊക്കെ ഉള്ളതാണ് പറയുന്നത്. അപ്പൊ എന്താണ് ദ ഒറിജിൻ ഓഫ് ലോജിസ്റ്റിക്സ് ഈസ് ദ ഓഫ് സ്ട്രിക്റ്റ് മിലിറ്ററി നേച്ചർ ആൻഡ് ഡിസിപ്ലിൻ ഗെയിൻഡ് സിഗ്നിഫിക്കൻസ് ബിക്കോസ് ഓഫ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡി ഓഫ് മെത്തഡോളജീസ് എംപ്ലോയ്ഡ് ടു ഗ്യാരണ്ടി ദ appropriate supplies of provision, ammunition and fuel to the troops and in general. അതായത് മിലിറ്ററി ബേസിലാണ് ആദ്യം ലോജിസ്റ്റിക്സ് ഇംപ്ലിമെന്റ് ചെയ്തത്. അതായത് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, സപ്ലൈ ചെയ്യാനുള്ള പ്രൊവിഷൻസ്, അമ്യൂണൈസേഷൻ, ഫ്യൂവല്, അത്തരം കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള മിലിറ്ററീസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ എന്തുണ്ടായിരുന്നത് കവർ ചെയ്തിരുന്നത്. ദെൻ എന്താണ് ലോജിസ്റ്റിക്സ് കവേഴ്സ് ദോസ് ആസ്പെക്ട്സ് ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ ആൻഡ് ഡീൽ വിത്ത്. ഏതിനൊക്കെയാണ് ഡീൽ ചെയ്തിരുന്നതൊക്കെ ഡിസൈന്, ഡെവലപ്മെന്റ്, അക്വിസിഷൻ, സ്റ്റോറേജ്, മൂവ്മെന്റ്, ഡിസ്ട്രിബ്യൂഷൻ, മെയിൻ്റനൻസ്, എവാക്വേഷൻ ആൻഡ് ഡിസ്പൊസിഷൻ ഓഫ് മെറ്റീരിയൽസ്. ഇത്രയും സാധനങ്ങൾക്ക് അതായത് എന്താണ് ഡിസൈൻ, ഡെവലപ്മെന്റ്. അതായത് മിലിറ്ററി മേഖലയിൽ ഒരുപാട് ഡിസൈനിങ്, എന്ത് ഡിസൈനിങ് ആണ്, എന്ത് ടൈപ്പ് ഡിസൈനിങ് ആണെന്നൊക്കെ നമുക്ക് ആലോചിച്ച് മനസ്സിലാവും. എന്താണ് അവരുടെ മിലിറ്ററി ബേസിലുള്ള ഇപ്പോൾ സാധനങ്ങളാവട്ടെ, ആയുധങ്ങളാവട്ടെ, അതിൻ്റെ ഡെവലപ്മെന്റ്, മൂവ്മെന്റ്, സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷൻ, അത്തരം കാര്യങ്ങൾ. ദെൻ മൂവ്മെന്റ്, ഇവാക്വേഷൻ, ഒരു സാധനങ്ങൾ കൊടുന്നു വെച്ചാൽ അവിടുന്ന് ചിലപ്പോൾ മാറ്റേണ്ടി വരും. അപ്പം അങ്ങനത്തെ ഒരു ടൈപ്പിലൊക്കെ ഉള്ള മൂവ്മെന്റ്, ഇവാക്വേഷൻ, ഹോസ്പിറ്റലൈസേഷൻ ഓഫ് പേഴ്സണൽ, അക്വിസിഷൻ ഓർ കൺസ്ട്രക്ഷൻ, മെയിൻ്റനൻസ്, ഓപ്പറേഷൻസ്, ഡിസ്പൊസിഷൻ ഫെസിലിറ്റീസ്. അപ്പം എന്താണ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എന്ത് മിലിറ്ററി ബേസിൽ വന്നിട്ടുണ്ടായിരുന്നത്. എന്താണ് ഡെവലപ്മെന്റ് ഓഫ് ലോജിസ്റ്റിക്സ്. അങ്ങനെ എന്താണ് ലോജിസ്റ്റിക്സ് ഡെവലപ്പ് ചെയ്യാണ്. എങ്ങനെയാണ് വന്നത്? മെയ്ഡ് പോസിബിൾ മാസ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്. എന്താണ് അഡ്വൻസ് സ്റ്റീം എഞ്ചിനാണ് എന്ത് 1965 എന്തുണ്ടായത് ഒരു മാസ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഉണ്ടായത്. എന്താണ് ഒരുപാട് സാധനങ്ങൾ കുറെ ഉണ്ടാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് എന്താണ് അത് സ്റ്റോർ വെക്കേണ്ടി വരും. അതേപോലെ തന്നെ എന്താണ് നമ്മൾ ഒരു പ്ലേസ് നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. മാറ്റി വെച്ചോടത്തു നിന്ന് തന്നെ ആ സ്ഥലം വീണ്ടും അവിടെ നിന്നും മാറ്റി വെക്കേണ്ടി വരും. അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ചില സാധനങ്ങൾ എന്താണ് ചില സാധനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അപ്പം എന്താണ് ഇടയ്ക്ക് അതൊക്കെ ഒന്ന് പ്രവർത്തിക്കണം, അതൊക്കെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യണം, ഒന്ന് പൊടി തട്ടിയെടുക്കണം. അപ്പം അത്തരം കാര്യങ്ങളൊക്കെയാണ് എന്തുണ്ടായത് ഒരു മാസ് പ്രൊഡക്ഷൻ ഉണ്ടായ ഒരു സമയത്താണ് എന്താണ് ലോജിസ്റ്റിക്സിനെ പറ്റിയിട്ട് ഒരു റെവല്യൂഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളാണ് ഈ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ പറയുന്നത്. FW ടൈലർ പേര് നമ്മൾ +2 മുതൽ കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികൾ കേട്ടിട്ടുണ്ടാവും. മെറ്റിക്കുലസ് ഡിവിഷൻ ഓഫ് വർക്ക് ഫോഴ്സ് ക്രിയേറ്റിംഗ് ദ മൊബൈൽ പ്രൊഡക്ഷൻ ലൈൻസ് വർ ഇൻസ്റ്റെഡ് ഓഫ് വർക്കേഴ്സ് മൂവിംഗ് ദ പ്രൊഡക്റ്റ് കെയിം ടു ദ വർക്കർ ഫോർ പ്രൊഡക്ഷൻ. എന്താണ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് നമ്മുടെ അടുത്തേക്ക് വരിക എന്നുള്ള രീതിയിൽ എന്താണ് മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായി.
സെക്കൻഡ് വേൾഡ് വാറിന്റെ ശേഷം ലോജിസ്റ്റിക്സ് വാസ് എക്സ്റ്റെൻഡഡ് ബിയോണ്ട് ദ മിലിറ്ററി കോണ്ടെക്സ്റ്റ്. സെക്കൻഡ് വേൾഡ് വാറിന്റെ ശേഷമാണ് എന്തുണ്ടായത്, ആ ഒരു മിലിറ്ററിയിൽ മാത്രം ഒതുങ്ങിക്കൂടിയുന്ന ലോജിസ്റ്റിക്സ് ഒന്ന് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ആയത്, കുറച്ചും കൂടി പുറലോകത്തേക്ക് വേറെയുള്ള കാര്യത്തിനും കൂടി ഇത്തരം മെത്തേഡുകൾ ചെയ്യാം എന്നുള്ള രീതിയിൽ എന്ത് വന്നത്, ഇങ്ങനെ പുറത്തേക്ക് വന്നത്. മാനുഫാക്ചറിംഗ് കമ്പനീസ് ടു ഡിറ്റർമൈൻ ഓൾ ദ ആക്ടിവിറ്റീസ് എയിംഡ് അറ്റ് എൻഷുറിംഗ് എഫക്റ്റീവ് പർച്ചേസ് മൂവ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് മെറ്റീരിയൽസ്. അപ്പം അങ്ങനെ മാനുഫാക്ചറിംഗ് കമ്പനീസ് അവരുടെ റോ മെറ്റീരിയൽസ് ഒക്കെ എടുക്കുക, അതേപോലെ തന്നെ പർച്ചേസ് ചെയ്യുക, അത് മൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ സാധനങ്ങൾ നീങ്ങല്ല, ചിലപ്പോൾ ഒരു കുറച്ച് സാധനങ്ങൾ ഒരു സെമി പ്രൊഡക്റ്റുകൾ ഉണ്ടാവും, അതായത് ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ. അപ്പോൾ ആ പ്രൊഡക്റ്റുകൾ വേറെ സ്ഥലത്തേക്ക് മാറ്റുക, അത് ബൾക്കായിട്ട് ഓർഡർ ചെയ്യുക. അപ്പം അങ്ങനെ അത്തരം മാനേജ്മെന്റ് കാര്യങ്ങളാണ് ഈ ഒരു കാര്യത്തിൽ ലോജിസ്റ്റിക്സിൽ പറയുന്നത്. ദെൻ എന്താണ്, movement of materials involving every stage of process include material management, the timely movement of raw materials, parts and supplies. അതായത് എന്താണ് മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ റോ മെറ്റീരിയൽസ്, നമ്മൾ ഒരു ഫാക്ടറി തുടങ്ങണം, അതായത് ഇപ്പോൾ ഒരു ടയറിന്റെ ഫാക്ടറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, അതിന് റബ്ബർ ആവശ്യമുണ്ട്. അപ്പോൾ ആ റബ്ബർ ആവശ്യമുള്ള അത് നമ്മൾ റോ മെറ്റീരിയൽ ആണ്. അതേപോലെ തന്നെ ഒരുപാട് ആസിഡ്സ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത്തരം റോ മെറ്റീരിയൽസ് ഒക്കെ സമയത്തിന് നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ എത്തുക എന്നുള്ളത് എന്താണ്, ഒരു ലോജിസ്റ്റിക്സ് കാര്യമാണ്. അപ്പം എന്താണ് അതിൻ്റെ, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്സ് അല്ലെങ്കിൽ ഏതെങ്കിലും സപ്ലൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലേക്ക് എത്തുക. ഒരു ടയറായി കിട്ടണമെങ്കിൽ ലാസ്റ്റ് അതിന് അലോവിയിലൊക്കെ എന്താണ് റബ്ബറിനേക്കാൾ ഡിഫറെൻറ്റ് മെറ്റീരിയലാണ്. അപ്പം എന്താ ഉണ്ടാവുക, ആ ഒരു സപ്ലൈസ്, ആ ഒരു പാർട്സ് കാര്യങ്ങളൊക്കെ വരണം, നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റിക്ക് വരണം. അപ്പം അങ്ങനെ വരുന്നതാണ് എന്തുള്ളത്, ഒരു മെറ്റീരിയൽ അതായത് എവറി സ്റ്റേജിലും, എല്ലാ സ്റ്റേജ് ഓഫ് പ്രോസസ്സിങ്ങിലും എന്താണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, ദ മൂവ്മെന്റ് ഓഫ് ഫേംസ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ടു ദി കസ്റ്റമേഴ്സ്. അപ്പം എന്താണ് ഏറ്റവും ലാസ്റ്റ് എന്താണ്, അത് ആ ഒരു ഗുഡ് ഫിനിഷ് ആവും, അതിൻ്റെ സപ്ലൈസ് ഫിനിഷ് ആവും. അപ്പം എന്താണ് നമ്മൾ സ്വാഭാവികമായിട്ടും അതും കൊണ്ടുപോവണ്ടേ നമുക്ക്, അപ്പോൾ അതും കൊണ്ടുപോകണമല്ലോ. അതായത് ലാസ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു ഫൈനൽ കസ്റ്റമറിൻ്റെ അടുത്തേക്ക്, അത് യൂസ് ചെയ്യുന്ന കൺസ്യൂമറിൻ്റെ അടുത്തേക്ക് അത് കൊണ്ടുപോകണ്ടേ. അപ്പോൾ ഒരു ഫിനിഷ്ഡ് ഗുഡ്സും എന്താണ് ഫിസിക്കലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതുമാണ് എന്താണ് ലോജിസ്റ്റിക്സ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളത്. ഇനി ഈ ഒരു ഡെവലപ്മെന്റ് എന്തായി ലോജിസ്റ്റിക്സിൽ ഉണ്ടായി. അപ്പം എന്താണ് അതിനുണ്ടായ ഒരു ഇമ്പാക്റ്റ്, നമ്മുടെ എന്താണ് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ ഇമ്പാക്റ്റ് ചെയ്തു. അഡ്വാൻസസ് ഇൻ കമ്പ്യൂട്ടർ ടെക്നോളജിയിൽ അഡ്വാൻസ്മെന്റ് ഉണ്ടായി. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, അതിൻ്റെ കണക്കുകൾ കാര്യങ്ങളൊക്കെ ഉള്ള ടെക്നിക്കൽ, അതായത് ക്വാണ്ടിറ്റി വൈസിൽ, ക്വാളിറ്റി വൈസിലല്ലാതെ ക്വാണ്ടിറ്റി വൈസിലുള്ള ഒരു ടെക്നിക്കലിന് എന്തായി, അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ദെൻ എന്താണ് ഡെവലപ്മെന്റ് ഓഫ് സിസ്റ്റം അപ്രോച്ച്, എല്ലാ കാര്യങ്ങളും ഇതേപോലെ തന്നെ പേപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളതൊക്കെ എന്താണ് ഡെവലപ്മെന്റ് ഓഫ് സിസ്റ്റം അപ്രോച്ച്. സിസ്റ്റത്തിലും എന്താണ് അതിനൊരു ഡെവലപ്മെന്റ് ഉണ്ടായി, സിസ്റ്റം അപ്രോച്ച് അവിടെ ഉണ്ടായി. എന്താണ് ടോട്ടൽ കോസ്റ്റ് അനാലിസിസ്, കോസ്റ്റ് അനലൈസ് ചെയ്തു. മറ്റേത് വരുന്നത് എന്താണ് ക്വാണ്ടിറ്റി എന്നുള്ള ആ ഒരു അളവിൽ വരുമ്പോഴാണ് കോസ്റ്റ് നമുക്ക് അളക്കാൻ പറ്റുള്ളൂ. അപ്പം ആ ഒരു ടൈപ്പിലുള്ള കോസ്റ്റ് അനലൈസിങ് അവിടെ ഇമ്പാക്റ്റ് ഉണ്ടായി. ദ റെക്കഗ്നിഷൻ ഓഫ് ഇമ്പോർട്ടൻ്റ് ഓഫ് റോൾ ഓഫ് ലോജിസ്റ്റിക്കിന്റെ റോൾ എത്രത്തോളാണ് എന്ന് മനസ്സിലാക്കി തന്നു. അതുവരെ എന്താണ് വരും ചിലപ്പോൾ സാധനം ഡിലേ ആവും, അല്ലെങ്കിൽ നമ്മൾ പോയി കൊണ്ടുവരിക, അങ്ങനെ ഒരു ടൈമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എന്താണ് ആ ഒരു ടൈമൊക്കെ മാറി ഏകദേശം എന്തായി, ഇത്രയും കാര്യങ്ങൾ കമ്പ്യൂട്ടർ ടെക്നോളജി അഡ്വാൻസ് ചെയ്തു, സിസ്റ്റം അപ്രോച്ച് ഉണ്ടായി. ദെൻ ക്വാണ്ടിറ്റിയിൽ എന്താണ് അതിലൊരു ടെക്നിക്കലി ഉള്ള ആ ഒരു രീതിക്ക് നീങ്ങി. ദെൻ കോസ്റ്റ് അനാലിസിസ് ഉണ്ടായി. അതേപോലെ തന്നെ റെക്കഗ്നിഷൻ ഓഫ് ഇമ്പോർട്ടൻ്റ് റോൾ ഓഫ് ലോജിസ്റ്റിക്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതും അതിലെന്തായി ഒരു മെയിൻ ഫാക്ടറായി. ദെൻ ടൈപ്പ് ഓഫ് ലോജിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പിൽ ലോജിസ്റ്റിക്സ് ഉണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞത് മിലിറ്ററിയിൽ മാത്രമാണ് അത് ഉണ്ടായിരുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ആ ഒരു ഏരിയന്ന് എന്തായത് പിന്നെ ആ ലോജിസ്റ്റിക്സ് എന്നുള്ള ആ ഒരു ടേം എന്തായി വന്നത്, എക്സ്റ്റെൻഡ് ആയിട്ട് വന്നത് എന്ന് പറഞ്ഞു. ദെൻ ഏതൊക്കെ ടൈപ്പിലുള്ള ലോജിസ്റ്റിക്സ് ഉണ്ട് നോക്കാം. ബിസിനസ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സപ്ലൈ ചെയിൻ പ്രോസസ് ദാറ്റ് പ്ലാൻസ് ഇംപ്ലിമെന്റ്സ് കൺട്രോൾസ് ആൻഡ് എഫിഷ്യന്റ് ഫ്ലോ. അതായത് എന്താണ് എഫിഷ്യന്റ് ഫ്ലോ ആൻഡ് സ്റ്റോറേജ്, മനസ്സിലായോ? എഫിഷ്യന്റ് ഫ്ലോ ആൻഡ് സ്റ്റോറേജ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം ദി ഒറിജിൻ പോയിന്റ് മുതൽ എങ്ങനെ ഒറിജിൻ, അതായത് ആ ഒരു മാനുഫാക്ചറിങ്ങിന്റെ ആ ഒരു പോയിന്റ് ആണല്ലോ ഒറിജിൻ ഓഫ് യൂസ് ഓർ കൺസപ്ഷൻ.
ഒറിജിനൽ, അതായത് ആ ഒരു റോ മെറ്റീരിയൽ വെച്ചിട്ട് ആ സാധനം ഉണ്ടാക്കുന്നതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ ഫൈനൽ യൂസ് വരെയുള്ള കൺസെപ്റ്റ്, അത് യൂസ് ചെയ്യുന്ന ഒരു ഫൈനൽ കസ്റ്റമർ വരെയുള്ള രീതിക്ക് എന്താണ് ബിസിനസ് ലോജിസ്റ്റിക്കിനെ എത്തിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയൊക്കെയാണ്? ബിസിനസ് ലോജിസ്റ്റിക്സ് പ്ലാൻസ് ഹെൽപ്സ് ഇൻ ഇംപ്ലിമെൻറ്റേഷൻ, കൺട്രോള്, പിന്നെ എന്താണ് എഫിഷ്യൻറ്റ് ഫ്ലോ, സ്റ്റോറേജ് ഓഫ് ഗുഡ്സ് സർവീസസ്, റിലേറ്റഡ് ഇൻഫർമേഷൻ. എന്താണ്, എന്തിനാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്? ടു മീറ്റ് കസ്റ്റമർ റിക്വയർമെൻറ്റ്സ്. അതെന്തിനാണ്? ടു മീറ്റ് കസ്റ്റമർ റിക്വയർമെൻറ്റ്സ്, അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ മിലിറ്ററി ലോജിസ്റ്റിക്സ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു മിലിറ്ററി ലോജിസ്റ്റിക്സ് എന്തിനാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താണ് അതിലെന്തൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ളത്? ട്രാൻസ്ഫർ ഓഫ് പേഴ്സണൽ ആൻഡ് മെറ്റീരിയൽ ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ. നമ്മൾ കണ്ടിട്ടില്ലേ ഓരോ അവരുടെ ഒക്കെ ഒരു ടാങ്കറുകൾ നീക്കുക, അതേപോലെ തന്നെ അവരുടെ ടൂൾസ് മാറ്റുക, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. അപ്പം അത്തരം കാര്യങ്ങളാണ് എന്ത്. ഇറ്റ് ഇൻവോൾവ്സ് ട്രാൻസ്ഫർ ഓഫ് പേഴ്സണൽ, പിന്നെ വെൽ മെയിൻ്റെനൻസ് ഓഫ് മെറ്റീരിയൽ, എസെൻഷ്യൽ സപ്പോർട്ട്, ഓൺഗോയിങ് ഡിപ്ലോയ്മെന്റ്, എന്തെങ്കിലും വാറ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഈ എമർജൻസി സിറ്റുവേഷൻസിലൊക്കെ അവർക്ക് എന്താണ് മുൻകണ്ടിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഫിസിക്കലി നമുക്ക് സാധനങ്ങൾ നീക്കാം, മാറ്റം വരുത്താം, അത്തരം കാര്യങ്ങളൊക്കെയാണ് മിലിറ്ററി ലോജിസ്റ്റിക്സ്. ഇവന്റ് ലോജിസ്റ്റിക്സ്. ഇവന്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്തെങ്കിലും പ്രോഗ്രാമാണ്. നമ്മൾ ഇവന്റ് മാനേജ്മെന്റ് എന്നൊക്കെ പഠിച്ചിട്ടില്ലേ. അപ്പൊ അതിന്റെ ഇവന്റ് എന്നുള്ളതിൽ എന്താണ് നെറ്റ് വർക്ക് ഓഫ് ആക്ടിവിറ്റീസ് ഫെസിലിറ്റേറ്റ് ആൻഡ് പേഴ്സണൽ റിക്വയർ ഓർഗനൈസ് ചെയ്യുക. എന്താണ് ടു ഓർഗനൈസ്, ഷെഡ്യൂൾ ആൻഡ് ഡിപ്ലോയ് ദ റിസോഴ്സസ് ഫോർ എനി ഇവന്റ് ടു ടേക്ക് പ്ലേസ്. ഏതെങ്കിലും ഒരു ഇവന്റ് ടേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് അതിൽ എന്ത് ചെയ്യുക? ഓർഗനൈസ് ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യുക. മനസ്സിലായോ? ദെൻ എന്താണ് uses a network of activities, facilities and personal organized schedule plan for organizing an event. It involves the deployment resources as well as necessary post-event steps such as cleanup, disposal and so on. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ. അത് ക്ലീനപ്പ് ചെയ്യുക, പോസ്റ്റ് ഇവന്റും ഉണ്ട്. അതായത് ഒരു ഇവന്റ് സെറ്റ് ചെയ്യാന്നല്ല, ഇവന്റ് സെറ്റ് ചെയ്ത് ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം എന്താണ് ക്ലീനപ്പ്, എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ ഡിസ്പോസ് ചെയ്യുക. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഇവന്റ് ലോജിസ്റ്റിക്സ്. ദെൻ സർവീസ് ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ് encompasses the acquisition, scheduling and management of facilities, asset, personnel, materials, support and sustain a service operation or business. ഏതെങ്കിലും ടൈപ്പിലുള്ള സർവീസ് അല്ലെങ്കിൽ ബിസിനസ്, സർവീസ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ബിസിനസ് കാര്യങ്ങളൊക്കെ എന്താണ് അത് അതിൻ്റെതായ രീതിയിൽ നടത്തുക, പരിപാലിക്കുക, മാനേജ് ചെയ്ത് കൊണ്ടുപോവുക, എല്ലാ രീതിയിലും സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് എന്ത് സർവീസ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ദെൻ കീ ലോജിസ്റ്റിക്സ് ടേംസ് എന്തൊക്കെയാണ്? ലോജിസ്റ്റിക്സിന്റെ ഒരുപാട് ഇപ്പൊ ടൈപ്സ് മനസ്സിലായല്ലോ അല്ലെ? ഏതൊക്കെയുണ്ട്? സർവീസ് ലോജിസ്റ്റിക്സ്, ഇവന്റ് ലോജിസ്റ്റിക്സ്, മിലിറ്ററി ലോജിസ്റ്റിക്സ്, ബിസിനസ് ലോജിസ്റ്റിക്സ്. അപ്പൊ ഇത്തരം ഈ ഒരു 4 ലോജിസ്റ്റിക്സ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എനിക്ക് ഈ ലോജിസ്റ്റിക്സ് ടേംസ്, ഏതൊക്കെ ടേംസ് ആണ് ലോജിസ്റ്റിക്സിൽ ഉള്ളത് നോക്കാം. സപ്ലൈസ്, കമ്മോഡിറ്റീസ്, ഗുഡ്സ്, പ്രൊഡക്ട്സ് ആൻഡ് സ്റ്റോക്ക്. ഇതെന്താണ്? ദിസ് എൻകംപസ് ആൾ ഐറ്റം ദാറ്റ് ഫ്ലോ ത്രൂ എ ലോജിസ്റ്റിക്സ് സിസ്റ്റം. ലോജിക്കൽ സിസ്റ്റത്തിലൂടെ ഫ്ലോ ചെയ്യുന്ന ഐറ്റംസിനാണ് എന്ത് പറയാ? സപ്ലൈസ്, കമ്മോഡിറ്റീസ്, ഗുഡ്സ്, പ്രൊഡക്ട്സ് ആൻഡ് സ്റ്റോക്ക് എന്ന് പറയാം. യൂസർ, ക്ലയൻസ് ആൻഡ് കസ്റ്റമർ. ഇതാരാ നോക്കാം. യൂസർ ടേം എന്താണ്? ഹു കളക്ട് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ ന്യൂ കണ്ടിന്യൂസ് പ്രൊഡക്റ്റ്. ക്ലയന്റ് ഈസ് എ ടേം ഓഫൺ അസോസിയേറ്റ് ദ റിസീവർ ഓഫ് ദി പ്രൊഡക്റ്റ്. ക്ലയന്റ് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു പ്രൊഡക്റ്റ് റിസീവ് ചെയ്യുന്ന ആളാണ്. അതേപോലെ തന്നെ യൂസർ എന്ന് പറയുന്നത് എന്താണ്? ഇൻഫർമേഷൻ അബൌട്ട് ദി കണ്ടിന്യൂയിങ് പ്രൊഡക്റ്റ്. ആ ഒരു യൂസർ എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്യുന്ന ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻസ് സീക്ക് ചെയ്യുന്ന ആളാണ് എന്ത്. അപ്പൊ ഇതൊരു ടേം ആണ് ലോജിസ്റ്റിക്സിൽ. ലോജിസ്റ്റിക്സിൽ സപ്ലൈസ്, കമ്മോഡിറ്റീസ് എന്ന് പറയുന്നത് ആ ഒരു ഫ്ലോയിൽ പോണ ആളാണെന്നുണ്ടെങ്കിൽ ടേം ആണെന്നുണ്ടെങ്കിൽ, ക്ലയൻസ് ആൻഡ് കസ്റ്റമേഴ്സ്, യൂസേഴ്സ് ഒക്കെ ആരാണ്? അത് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് കൺസ്യൂം ചെയ്യുന്ന ആളാണ്. ദെൻ സെൻട്രൽ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ. എന്താണ് ഈ സെൻട്രൽ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ? സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് കുറച്ച് സ്റ്റോർ ചെയ്യുന്ന ഒരു വെയർ ഹൗസ് ഉണ്ടാവും. ആ ഒരു വെയർ ഹൗസിൽ നിന്നാണ് മെയിൻ ആയിട്ട് എന്തുണ്ടാവുക? നമ്മൾ എല്ലാ സ്ഥലത്തേക്കും ഈ സാധനങ്ങൾ അയക്കുക. അപ്പൊ ആ ഒരു അങ്ങനത്തെ ഒരു യൂണിറ്റ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു സെന്റർ ഉണ്ടാവില്ല. അപ്പൊ അതാണ് സെൻട്രൽ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ. എന്താണ്? സ്റ്റോക്ക് ആർ വേരിയസ് മാനുഫാക്ചറിങ് പോയിന്റ് ആൻഡ് സെർവിങ് വേരിയസ്. അതായത് ഒരു സ്ഥലത്ത് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവിടുന്ന് എന്താണ് റീറ്റെയിലേഴ്സിനൊക്കെ അവിടെ നിന്ന് എടുത്ത് കൊടുക്കുക. മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്നല്ല, നമ്മൾ സ്റ്റോക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഏരിയന്ന് ഒരു വെയർ ഹൗസിൽ നിന്ന് ബാക്കിയുള്ള സ്ഥലത്തേക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്ത് സെൻട്രൽ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ. ഓക്കെ.
സർവീസ് ഡെലിവറി പോയിന്റ്, അത് എവിടെ വെച്ചിട്ടാണ്? സർവീസ് ഡെലിവറി പോയിന്റ് കനോട്ട് ഫെസിലിറ്റി യുവർ കസ്റ്റമേഴ്സ് റിസീവ് സപ്ലൈസ്. കസ്റ്റമേഴ്സിന് എന്ത് കിട്ടുക? സപ്ലൈസ് കിട്ടുന്നിടത്താണ് എന്ത് പറയുക? ഡെലിവറി പോയിന്റ്സ്, സർവീസ് ഡെലിവറി പോയിന്റ്സ് എന്ന് പറയുന്നത്. ആൾ ദിസ് ലൊക്കേഷൻ ഡയറക്ട്ലി സെർവ് കസ്റ്റമേഴ്സ്. അതായത് എന്താണ്? ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ റീറ്റെയിലേഴ്സിന് കൊടുത്തു എന്ന് വെച്ചിട്ട് കസ്റ്റമേഴ്സിന് കിട്ടണമെന്നില്ല. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സിന് കിട്ടുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് സർവീസ് ഡെലിവറി പോയിന്റ്സ്. നെക്സ്റ്റ് ഇൻവെന്ററി. ഇൻവെന്ററി എന്ന് പറഞ്ഞ ടേം യൂസ് ടു ലിസ്റ്റ് ആൾ ഗുഡ്സ് ആൻഡ് മെറ്റീരിയൽസ് ഹെൽഡ് ബൈ എൻ ഓർഗനൈസേഷൻ ഫോർ ഫ്യൂച്ചർ സെയിൽ ഓർ യൂസ്. ഇൻവെന്ററി എന്ന് പറയുന്ന ഒരു ടേം എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ സെയിൽ ചെയ്യാനോ യൂസ് ചെയ്യാനോ ഉപയോഗിക്കുന്ന സാധനങ്ങളെ അല്ലെങ്കിൽ മെറ്റീരിയൽസ്, ഗുഡ്സ് ഓർ മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇൻവെന്ററി എന്ന് പറയാ. പൈപ്പ് ലൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പൈപ്പ് ലൈൻ, നമ്മളിങ്ങനെ ഒരു പൈപ്പ് ഇങ്ങനെ വരച്ചു നോക്കിയാലോ, വെറുതെ ഇങ്ങനെ കണക്ട് ചെയ്ത് അതിനാണ് പൈപ്പ് ലൈൻ എന്ന് പറയാം. അത് ഇതൊരു ഫ്ലോ ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് വെയർ ഹൗസൊക്കെ മാറ്റി, വെയർ ഹൗസിൽ നിന്ന് റീറ്റെയിലേഴ്സിന്റെ അടുത്തേക്ക് മാറ്റി, റീറ്റെയിലേഴ്സിന്റെ അടുത്ത് നിന്ന് എന്താണ് ഫൈനൽ കൺസ്യൂമേഴ്സിന് മാറ്റി. അപ്പൊ അങ്ങനെ ഒരു ചെയിൻ ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു ചെയിനിനാണ് എന്ത് പറയാ? ഇവിടെ പറയുന്നുണ്ട് കൺസ്യൂമർ ഇൻക്ലൂഡിങ് പോർട്ട് ഫെസിലിറ്റീസ്, സെൻട്രൽ വെയർ ഹൗസ്, റീജിയണൽ വെയർ ഹൗസ്, ഡിസ്ട്രിക്ട് വെയർ ഹൗസ്. അതായത് ഇപ്പൊ നമ്മളൊക്കെ സാധനങ്ങൾ നമ്മൾ ഫ്ലിപ്കാർട്ടിലൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ നോക്കിയാൽ മതി, നമുക്ക് എന്താണ് നമ്മൾ അതിന്റെ ഒരു ഓർഡറിന്റെ ഒരു പ്രോസസ്സ് നോക്കുമ്പോൾ തന്നെ അറിയാം. ആദ്യം ഓർഡർ എന്താകും, പ്രോസസ്സ് ചെയ്യാണെന്ന് പറയും, എന്നിട്ട് എന്തായി ഓർഡർ കൺഫേം ആയി എന്ന് പറയും, അത് കഴിഞ്ഞിട്ട് ഇന്ന സ്ഥലത്തെത്തി എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൽ കാണാൻ പറ്റുമല്ലോ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ. ആ ഒരു ചെയിൻ, ആ ഒരു ലൈനിനെയാണ് എന്ത് പൈപ്പ് ലൈൻ എന്ന് പറയാം. ദെൻ ലീഡ് ടൈം എന്ന് പറയുമ്പോൾ റൈറ്റ് ടൈമിൽ അവൈലബിൾ ഫോർ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റൈറ്റ് ടൈമിലുള്ള ഒരു ടൈമാണ്. അതായത് ടൈം ബിറ്റ്വീൻ ദ ഓർഡർ ഓഫ് ന്യൂ സ്റ്റോക്സ് ആൻഡ് വെൻ ഇറ്റ് ഈസ് റിസീവ്ഡ് ആൻഡ് അവൈലബിൾ ഓഫ് യൂസ്. അതായത് ഓർഡർ കിട്ടിയതിന്റെയും പിന്നെ അതേപോലെ തന്നെ എന്താണ് അത് കയ്യിൽ കിട്ടുന്നതിന്റെയും യൂസ് ചെയ്യാൻ പറ്റുന്നതിന്റെയും ഒക്കെ ഒരു ടൈമിനെയാണ് ലീഡ് ടൈം എന്ന് പറയാം. അപ്പൊ കുറച്ച് ടേംസ് പഠിച്ചു. ഈ റോൾ ആൻഡ് ഫങ്ഷൻ ഓഫ് ലോജിസ്റ്റിക്സ് ഈസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ എന്തൊക്കെ റോളുകൾ ഫങ്ഷൻസ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. എന്താണ്? സച്ച് ഡിസ്ട്രിബ്യൂഷൻ റേഞ്ചസ് ഫ്രം പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് മുതൽ ഇൻവെന്ററി മാനേജ്മെന്റ് ടു പ്രൊഡക്ഷൻ മാനേജ്മെന്റ്, ഓപ്പറേഷണൽ കൺട്രോൾ, ലോങ് ടേം പ്ലാനിങ് ഒക്കെയാണ് എന്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ എന്ന് പറയുന്നത്. ആൾസോ ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ആദ്യം എന്താണ് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക. അതിന് എന്താണ് അത് ആ റോ മെറ്റീരിയൽസ് ഫ്യൂച്ചർ യൂസിനാണെങ്കിലും ഇപ്പോഴത്തെ യൂസിനാണെങ്കിലും എന്താണ് ഇൻവെന്ററി മാനേജ്മെന്റ് ചെയ്യുക. ദെൻ ആ സാധനങ്ങൾ കിട്ടിയ റോ മെറ്റീരിയൽസ് ഇൻവെന്ററി മാനേജ് ചെയ്തിട്ടുള്ളതിന്റെ പ്രൊഡക്ഷൻ തുടങ്ങുക. ദെൻ ഓപ്പറേഷൻ, ഇൻവെന്ററി, ക്വാളിറ്റി, ഡിസ്ട്രിബ്യൂഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ദെൻ ഡാമേജ് മാനേജ്മെന്റ്, ലോങ് ടേം. അതായത് ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്തുണ്ട് ലോജിസ്റ്റിക്സിന്റെ ഒരു റോൾ ഉണ്ട്. ദെൻ എന്താണ് അതിന്റെ ഫംഗ്ഷൻ ചെയ്യണതും ഇങ്ങനെയാണെന്നാണ് ഇതിൽ പറയുന്നത്. ലോജിസ്റ്റിക് കൺസെപ്റ്റ് ഇൻക്ലൂഡ്. എന്തൊക്കെയാണ് ലോജിസ്റ്റിക്സിന്റെ കൺസെപ്റ്റ് എന്ന് പറയാം? കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ടു ഇൻക്ലൂഡ്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിൽ ആരൊക്കെയുണ്ട്? സപ്ലയേഴ്സ്, ഇന്റർമീഡിയറ്റ് കസ്റ്റമേഴ്സ്, ഫൈനൽ കസ്റ്റമേഴ്സ്. ഇന്റഗ്രേറ്റഡ് എഫോർട്ട് ത്രൂ പ്രൊഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ, പ്ലേസ് ഓർ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ്. ദെൻ എന്താണ് കമ്പനി പ്രോഫിറ്റ്സ് ബൈ ദ മാക്സിമൈസിംഗ് ലോങ് ടേം പ്രോഫിറ്റബിലിറ്റി, ലോവസ്റ്റ് ടോട്ടൽ കോസ്റ്റ് ഗിവൺ ആസ് അക്സെപ്റ്റബിൾ ലെവൽ ഓഫ് കസ്റ്റമർ സർവീസ്. കമ്പനീന്റെ പ്രോഫിറ്റ് എന്നുള്ളത് വെറും പ്രോഫിറ്റ് മാത്രമാക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണമെന്നില്ല. അല്ലെങ്കിൽ എല്ലാവർക്കും എന്താണ് ഒറ്റൊരാളുടെ വളർച്ച മാത്രമാണെന്നുണ്ടെങ്കിൽ കമ്പനി അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ആരും ചിലപ്പോൾ എന്താണ് അങ്ങോട്ട് എത്തുണ്ടാവില്ല. അപ്പൊ എന്താണ് ചെയ്യുക? നമ്മള് മാക്സിമൈസിങ് ലോങ് ടേം പ്രോഫിറ്റബിലിറ്റി, ഒറ്റയടിക്ക് പ്രോഫിറ്റ് ഇല്ലാതെ ലോങ് ടേം ആയിട്ടുള്ള ഒരു പ്രോഫിറ്റബിലിറ്റി ചെക്ക് ചെയ്യാൻ നോക്കുക. അതിനെന്താണ് ലോവസ്റ്റ് ടോട്ടൽ കോസ്റ്റ് ഗിവൺ ആസ് അക്സെപ്റ്റബിൾ ലെവൽ ഓഫ് കസ്റ്റമർ സർവീസ്. കസ്റ്റമർ സർവീസും അക്സെപ്റ്റബിൾ ലെവലിൽ കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ സിസ്റ്റം അപ്രോച്ച്. നമ്മൾ എന്താണ് സിസ്റ്റത്തിന്റെ അപ്രോച്ച് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, എൻഹേസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു ഇമ്പാക്ട് ഓഫ് ലോജിസ്റ്റിക്സിന്റെ ഭാഗമായിട്ട്. അപ്പൊ അതെങ്ങനെ നോക്കാം എന്ന് പറയുമ്പോൾ all the activities of material movement then across the business process are interdependent and needed close coordination to manage the system, not as functional division. functional division അല്ലാതെ തന്നെ എന്ത് വേണം? ഒരു ക്ലോസ് കോർഡിനേഷൻ മാനേജ് ടു സിസ്റ്റം. ആ ഒരു രീതിക്കാണ് എന്ത് സിസ്റ്റം അപ്രോച്ച് വർക്ക് ചെയ്യുന്നത്. ഇൻഫർമേഷൻ ഫ്ലോ നീഡഡ് ടു ഓർഡർ, ചെക്ക്, പ്രോസസ് ആൻഡ് കോർഡിനേറ്റ്. നമ്മൾ ഒരു സാധനം ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ഈ ഒരു ഇൻഫർമേഷൻ ഫ്ലോ മനസ്സിലാവും. ദെൻ വെയർ ഹൗസിംഗ്, മെറ്റീരിയൽ സ്റ്റോറേജ്, ലോഡ് യൂട്ടിലൈസിംഗ് ആൻഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, ദെൻ സൈസ് സെലക്ഷൻ, നെറ്റ്വർക്ക് പ്ലാനിംഗ്,
ഓർഡർ പിക്കിംഗ് ആൻഡ് ഫില്ലിംഗ് ദ ഡിസ്പാച്ച് ഡോക്യുമെന്റേഷൻ. വെയർ ഹൗസിംഗത്തെ ആ ഒരു കാര്യങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാണ്? മെറ്റീരിയൽ സ്റ്റോർ ചെയ്യാൻ പറ്റണം, മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെ ആവണം, എത്ര സൈസ് സെലക്ട് ചെയ്യണം, നെറ്റ്വർക്ക് പ്ലാനിങ് എങ്ങനെയാണ്, ഓർഡർ പിക്കിംഗ്, അതേപോലെ തന്നെ അതിലേക്ക് ഫില്ല് ചെയ്യണത് എങ്ങനെയാണ്, ഡിസ്പാച്ച് ചെയ്യണത്, അവിടുന്ന് പോകുമ്പോഴുള്ള രീതിക്കുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വെയർ ഹൗസിംഗിൽ പറയുന്നത്. ഇതെന്താണ്? ഫങ്ഷണൽ ഏരിയാസ് ഓഫ് ലോജിസ്റ്റിക്സ്, അതായത് സിസ്റ്റം അപ്രോച്ചത്തെ ഫങ്ഷണൽ ഏരിയാസ് ആണ്. ദെൻ ഇൻവെന്ററി കൺട്രോൾ, മെറ്റീരിയൽ റിക്വയർമെന്റ് പ്ലാനിങ് ആൻഡ് ഇൻവെന്ററി ലെവൽ ഡിസിഷൻ ഫോർ കസ്റ്റമർ സർവീസ് ഒബ്ജക്ട്. കസ്റ്റമറിന്റെ സർവീസ് ഒബ്ജക്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു ഡിസിഷൻ? എന്ത്? മെറ്റീരിയൽ റിക്വയർമെന്റ്. ഇൻവെന്ററി പറഞ്ഞാൽ നമ്മൾ മെറ്റീരിയൽ ആണ് ഫ്യൂച്ചർ അല്ലെങ്കിൽ പ്രസന്റ് യൂസിന് യൂസ് ചെയ്യണ ഒരു ഗുഡ്സിനും സർവീസിനാണ് ഇൻവെന്ററി കൺട്രോൾ പറയാ. അതെങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളത് നോക്കുക. ദെൻ പാക്കേജിങ് എങ്ങനെയാണ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് ഡാമേജിനെ ഒഴിവാക്കിയിരുന്നു കമ്മ്യൂണിക്കേഷൻ കൂടി ഇന്റർ മോഡൽ ട്രാൻസ്പോർട്ടിനൊക്കെ ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കേജിങ്. ദെൻ ട്രാൻസ്പോർട്ട്, റൂട്ട് പ്ലാനിങ്, മോഡ് സെലക്ഷൻ ആൻഡ് വെഹിക്കിൾ ഷെഡ്യൂളിംഗ്. റൂട്ട് പ്ലാനിങ്, ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയാൻ ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ കസ്റ്റമേഴ്സിന് എത്തണം, നമ്മൾ പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കണം. അപ്പൊ റൂട്ട് എങ്ങനെയാണ്, ഏത് മോഡിലാണ് സെലക്ട് ചെയ്യണത്, അതിൽ ഏത് വാഹനത്തിലാണ്, ഇപ്പോൾ കപ്പൽ വഴിയാവാം, കടൽ മാർഗമാവാം, ആകാശമാർഗം, റോഡ് മാർഗമാവാം. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് സെലക്ട് ചെയ്യണത്, അതിൽ നമ്മൾ ഏത് വാഹനങ്ങളാണ് എടുക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ. The logistics principles and activities. Then classification. എന്താണ് ലോജിസ്റ്റിക്സിന്റെ പ്രിൻസിപ്പിൾസ്? ഈ ഒരു പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. നോക്കാം. റൈറ്റ് മെറ്റീരിയൽ ആയിരിക്കാം, റിക്വയർഡ് അറ്റ് ദ ടൈം മസ്റ്റ് ബി മേഡ് ബി അവൈലബിൾ, ശരിയായ സാധനം, ദെൻ ശരിയായ ക്വാണ്ടിറ്റിയില്, ശരിയായ കണ്ടീഷനില്, റൈറ്റ് കണ്ടീഷൻ, ശരിയായ സമയത്ത്, ശരിയായ സ്ഥലത്ത്, ശരിയായ എമൗണ്ടില്, ഓക്കെ, ശരിയായ എമൗണ്ടില്, ദെൻ ശരിയായ കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ് എന്ത്? പ്രിൻസിപ്പിൾസ്. ഈ 7R കണ്ടോ? റൈറ്റ് മെറ്റീരിയൽസ്, പ്രൊഡക്റ്റ് സർവീസ് റിക്വയർഡ് അറ്റ് ദ ടൈം മസ്റ്റ് ബി ടു ബി മെയ്ഡ് അവൈലബിൾ, ശരിയായ മെറ്റീരിയൽ അവൈലബിൾ ആയിരിക്കുക, ശരിയായ ക്വാണ്ടിറ്റിയിൽ. എന്തൊക്കെയാണ്? സ്മാളർ എമൗണ്ടും അല്ല, അതേപോലെ തന്നെ വെരി ഹൈ എമൗണ്ട് അല്ല. ആ സമയത്ത് ആ ഒരു കണ്ടീഷൻ ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ ഉണ്ടോ? റൈറ്റ് കണ്ടീഷൻ, അതെന്താണ്? ക്ലയന്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ടുള്ള ആ ഒരു ശരിയായ കണ്ടീഷനിലാണോ, അത് പറഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു ശരിയായ സമയത്താണോ, ദെൻ ക്ലയൻസിന് പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസിലാണോ, പിന്നെന്താണ് അവരുടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി. നമ്മൾ കസ്റ്റമർ ബിഹേവിയർ, കൺസ്യൂമർ ബിഹേവിയർ ഒക്കെ പഠിക്കൂലേ, അപ്പൊ അവരുടെ ഒരു കോസ്റ്റ്, അവരുടെ അവൈലബിൾ ആയിട്ടുള്ള കോസ്റ്റിലാണോ, ദെൻ റൈറ്റ് കസ്റ്റമർ ആണോ, അസോസിയേറ്റ്, സപ്ലൈസ് ആൻഡ് സ്റ്റോക്ക് ഹോൾഡേഴ്സ്. അതാണ് ഈ പ്രിൻസിപ്പിൾസ് പറയുന്നത്. മനസ്സിലായോ? റൈറ്റ് മെറ്റീരിയൽ, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് കണ്ടീഷൻ, റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്, റൈറ്റ് ക്ലോസ് ആൻഡ് കോസ്റ്റ് ആൻഡ് റൈറ്റ് കസ്റ്റമേഴ്സ്. അതാണ് ഇതിൽ പ്രിൻസിപ്പിൾസിൽ പറയുന്നത്. ദെൻ എന്തൊക്കെയാണ് ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ് നോക്കുക. അതായത് ഇത് ഒരു എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് അലോങ് വിത്ത് റിലേറ്റഡ് ആക്ടിവിറ്റീസ്. ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാണ് അവരുടെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ നടത്തണം നോക്കാം. ഒരു സാധനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫുൾ വർക്ക് കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു ഓർഗനൈസേഷന്റെ കോണ്ടെക്സ്റ്റിലാണ് ഇത് പറയുന്നത്. ഓർഡർ പ്രോസസ്സിങ്, നമ്മളൊരു ഇപ്പോൾ ഒരു മീഷോ ആവട്ടെ, ഫ്ലിപ്കാർട്ട് ആവട്ടെ, ആമസോൺ ആവട്ടെ, ഓർഡർ ഇങ്ങനെ പ്രോസസ്സ് ചെയ്യാന്ന് പറയും. എന്നിട്ട് എന്താണ് ഓർഡർ കൺഫേം ആണെന്നൊക്കെ കാണിക്കൂലേ. അപ്പൊ ആ ഒരു രീതിയിലാണിത്. കൊമേഴ്ഷ്യൽ ടേം അക്സെപ്റ്റ് ദ ഓർഡർ ഫ്രം ദ കസ്റ്റമർ ആൻഡ് പ്ലേസസ് ദ ഓർഡർ ടു വെയർഹൗസ്. എന്താണ് ഒരു കൊമേഴ്ഷ്യൽ ടീം എന്താണ് അക്സെപ്റ്റ് ചെയ്യാണ്, ഇങ്ങനെ ഒരു കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതെന്താണ് കൺഫേം ആക്കുകയാണ് എന്നുള്ളതിൽ എന്താണ് ഓർഡർ ചെയ്യുക. ഇതിൽ റോങ് എൻട്രീസ് ഓഫ് ക്വാണ്ടിറ്റി, ഡെലിവറി അഡ്രസ് ക്യാൻ അഫക്ട് ദ ഹോൾ ലോജിസ്റ്റിക്സ് പ്രോസസ്. ഈ ഒരു പ്രോസസ്സിൽ എന്താണ് ലോജിസ്റ്റിക്സിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും പാളിപ്പോയാൽ എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്? റോങ് എൻട്രി ഓഫ് ക്വാണ്ടിറ്റി. നമുക്ക് ക്വാണ്ടിറ്റി ക്ലിക്ക് ചെയ്യാൻ പറ്റൂല. ഇപ്പൊ ഒരു ചുരിദാറാണ് നമ്മൾ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒന്നുള്ളൊരു 2 അങ്ങനെയൊക്കെ ആയ പ്രശ്നങ്ങൾ വരില്ലേ? അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ഓർഡർ ചെയ്തത് അവർ എൻട്രി ചെയ്തത് 2 അപ്പൊ ആ ഒരു ടൈപ്പ് ഒക്കെ എന്താണ് മാറ്റം വരും. Procurement, obtaining materials from outside suppliers, including supply sourcing, negotiation, order placement, inbound transportation, receiving and inspection, storage and handling. അതായത് എന്താണ് ആ ഒരു ഓർഡർ കൺഫേം ചെയ്തതിന് ശേഷം അത് പുറത്തുനിന്നുള്ള സപ്ലയേഴ്സിന്റെ അടുത്ത് നിന്ന് വാങ്ങണോ, സോഴ്സിങ് ചെയ്യണോ, നെഗോസിയേഷൻ, ഓർഡർ പ്ലേസ്മെന്റ്. അപ്പൊ അത്തരം കാര്യങ്ങളാണ് എന്ത് ഈ ഒരു പ്രൊക്യൂർമെന്റിൽ പറയുന്നത്. ദെൻ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. മെറ്റീരിയൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക? മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് വിത്തിൻ ദി വെയർ ഹൗസ്. എന്താണ്
വെയർഹൗസിന്റെ ഉള്ളിൽ വെച്ചിട്ട് എന്താണ് മൂവ്മെന്റ് ചെയ്യാൻ പറ്റുക. ഇൻവോൾവ്സ് ഹാൻഡ്ലിംഗ് ദ മെറ്റീരിയൽ സച്ച് എ വേ ദാറ്റ് ദി വെയർഹൗസ് ക്യാൻ പ്രോസസ് ഓർഡേഴ്സ് എഫിഷ്യന്റ്ലി. അപ്പൊ എന്താണ്, നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് ഓർഡർ പ്രോസസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്, ഈസി മൂവ്മെന്റ് ആൻഡ് ഡിസ്പാച്ചിന് വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ട് വെയർഹൗസിൽ മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു മെക്കാനൈസ്ഡ് ആയിട്ടുള്ള സെമി ഓട്ടോമേറ്റഡ് ആൻഡ് ഓട്ടോമേറ്റഡ് സിസ്റ്റമേറ്റിൽ നമുക്ക് എന്താണ് മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ദെൻ വെയർഹൗസിങ് എന്താണ്, ഈസ് ദ സ്റ്റോറിംഗ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് അണ്ടിൽ ദേ ആർ സോൾഡ്. എന്താണ്, വിൽക്കുവോളം ഒരു ഫിനിഷ്ഡ് ഗുഡ്സിനെ സ്റ്റോർ ചെയ്യാനുള്ളതാണ് വെയർഹൗസിങ്. നമ്മൾ റോ മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാക്കി എന്നിട്ട് അതിന് ശേഷമുള്ള അത് സാധനം വിറ്റ് പോവോളം എന്ത് വെയർഹൗസിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് എന്ത് വെയർഹൗസിങ്ങിന്റെ ഒരു ഫംഗ്ഷൻ. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ദ വെയർഹൗസ് ഷുഡ് ബി നിയർ ബൈ ദ ഡീലർ ഓർ ഡിസ്ട്രിബ്യൂട്ടർ പ്ലേസ് ആൻഡ് ഷുഡ് ഫെസിലിറ്റേറ്റ് ഈസി ഡെലിവറി ഓഫ് ഗുഡ്സ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ഒന്നും ഇപ്പൊ നമ്മൾ നോക്കിയാൽ കാണാം എവിടെങ്കിലും കുറച്ച് ഉൾപ്രദേശത്തോ അങ്ങനെയാണ് ഉണ്ടാവുക. പക്ഷെ ഡിസ്ട്രിബ്യൂഷൻ സെന്റേഴ്സ്, അതായത് വെയർഹൗസിംഗ് എന്നുള്ള ഒരു സംഭവം എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അത് സപ്ലയേഴ്സിന് അതേപോലെ തന്നെ ഡീലേഴ്സിന് കസ്റ്റമേഴ്സിനൊക്കെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു പ്ലേസ് ആയിരിക്കണം. ദെൻ ഇൻവെന്ററി കൺട്രോൾ എന്താ നോക്കാം. Inventory that is stock should be enough to meet customer requirements simultaneously. Its carries cost should be lowest. അതായത് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത് ചെറിയ വിലയിൽ കസ്റ്റമറിന്റെ റിക്വയർമെന്റ്സ് ഒക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അത് കൺട്രോൾ കൊടുക്കുക എന്നുള്ളതാണ്, അതും മാനേജ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. Then transportation involves the physical delivery of goods from the organization to the distributor or dealer and from the dealer to the end customer. Transportation എന്ന് പറയുന്നത് എന്താണ്, ഫിനിഷ്ഡ് ഗുഡ്സിന് ഫിസിക്കലായിട്ട് ഡെലിവറി ചെയ്യുക. ഫിസിക്കൽ ഡെലിവറി എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ്, ഒരു കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് നമ്മൾ ഇങ്ങനെ ഡെലിവറി ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഴ്സ് വഴി ഒന്നെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ടറിനായിരിക്കും കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഡീലറിന്, അല്ലെങ്കിൽ ആ ഒരു ഡീലർ വഴി എൻഡ് കസ്റ്റമർ. അതാണ് ട്രാൻസ്പോർട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then packaging എന്നാൽ product is responsibility of the logistics team to because may reach in damaged condition. നമ്മളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ നോക്കിയാൽ മതി, ഡാമേജ്ഡ് കണ്ടീഷൻ അല്ലാതെ ഒരു ഗ്ലാസി ഐറ്റം ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പാക്കിങ്, അതേപോലെ തന്നെ ഇലക്ട്രോണിക് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പാക്കിങ് ഒക്കെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. രണ്ട് ടൈപ്പ് പാക്കിംഗ് ഉണ്ട്. കസ്റ്റമർ സീസ് ഓൺ ഷെൽഫ്സ് ഓഫ് സ്റ്റോർസ് ഇൻ മാർക്കറ്റ് ദാറ്റ് അപ്പിയർ അട്രാക്റ്റീവ് ആൻഡ് മേക്ക് ദ കസ്റ്റമർ ബൈ ദ പ്രൊഡക്റ്റ്. പിന്നെ എന്താണ് ട്രാൻസ്പോർട്ട് പാക്കേജിംഗ് വരെ ദ പ്രൊഡക്ട്സ് ആർ പാക്ക്ഡ് ഇൻ ദ ബൾക്ക് ട്രാൻസ്പോർട്ടഡ് സേഫ്റ്റി വിത്തിൻ ദ ബ്രേക്കേജ് ഓർ സ്പില്ലേജ്. ഈ ഒരു രണ്ട് ടൈപ്പിലാണ് എന്ത് കസ്റ്റമർ പാക്കേജിംഗ് ചെയ്യുക. Then information. Logistics are basically an information-based activity of inventory movement across the supply chain. Therefore, the information system plays a vital role delivering superior service to the customers. Use of technology tools helps in information identification, then access, storage, analysis, retrieval and decision support. എന്താണ് ഈ ഒരു ഏരിയയിലാണ് ഇതിന്റെ കോമ്പറ്റീഷൻ നടക്കുക. അതായത് എന്താണ് ബെറ്റർ ഇൻഫർമേഷൻ സിസ്റ്റത്തില് ബെറ്റർ കാര്യത്തിൽ എന്താണ് വർക്ക് ചെയ്യുമ്പോഴാണ് എന്ത് ഇൻഫർമേഷൻ ഐഡന്റിഫിക്കേഷൻ, ആക്സസ്, സ്റ്റോറേജ്, അനലിറ്റിക്, റിട്രീവൽ, ഡിസിഷൻ സപ്പോർട്ട് ഒക്കെയാണ് ഇൻഫർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ലോജിസ്റ്റിക്സ് എന്തൊക്കെയാണ് ഇപ്പൊ നമ്മൾ ടേംസ് അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ലോജിസ്റ്റിക്സ് എന്താ നോക്കാം. ഇൻബൗണ്ട് ഓർ അപ്സ്ട്രീം ലോജിസ്റ്റിക്സ്. എന്താണ് ഇൻബൗണ്ട് അല്ലെങ്കിൽ അപ്സ്ട്രീം ലോജിസ്റ്റിക്സ്? എന്താണ് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് ഇസ് ബേസിക് ആക്ടിവിറ്റി വിച്ച് ഫോക്കസ് ഓൺ ബൈയിങ് ആൻഡ് ഷെഡ്യൂളിംഗ് ഇൻഫ്ലോ ഓഫ് മെറ്റീരിയൽസ്, ടൂൾസ്, ഫൈനൽ ഗുഡ്സ് ഫ്രം സപ്ലയേഴ്സ് ടു ദി പ്രൊഡക്ഷൻ യൂണിറ്റ്. ഇൻബൗണ്ട് എന്ന് പറയുമ്പോൾ ഉള്ളിൽ നാലോക്കുക, നമ്മൾ പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ ഉള്ളിലേക്ക് വരുന്ന ലോജിസ്റ്റിക്സ് ബേസിക് ആയിട്ടുള്ള ആക്ടിവിറ്റി ആണ്. വിച്ച് ഫോക്കസ് ഓൺ ബൈയിങ് ആൻഡ് ഷെഡ്യൂളിംഗ് ദ ഇൻഫ്ലോ ഓഫ് മെറ്റീരിയൽസ്. നമുക്ക് സാധനങ്ങൾ വേണം, ടൂൾസ് വേണം, ഫൈനൽ ഗുഡ്സ്, അതേപോലെ തന്നെ ഫ്രം സപ്ലയേഴ്സ് ടു ദി പ്രൊഡക്ഷൻ യൂണിറ്റ്, വെയർഹൗസ് ഓർ റീറ്റെയിൽസ്. ഇന്നാണ് ഉള്ളിലേക്കാണ്. എന്താണ് ഔട്ട്ബൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് there is need to maintain continuous involves the collection, storage and distribution of final goods and related information flows from manufacturing unit to the end user of buying. അതായത് എന്താണ് ഫൈനൽ ഗുഡ്സ് മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് എൻഡ് യൂസർക്ക്, അതായത് പുറത്തേക്ക് പോകണം. ഔട്ട്ബൗണ്ട്. ഇൻബൗണ്ട് എന്ന് പറയുമ്പോൾ ഉള്ളിലേക്ക് വരുന്നത്, ഔട്ട്ബൗണ്ട് എന്ന് പറയുന്നത് പുറത്തേക്ക് പോകണത്, അല്ലെങ്കിൽ ഡൗൺ സ്ട്രീം ലോജിസ്റ്റിക്സ്.
അതാണ് രണ്ട് ക്ലാസിഫിക്കേഷൻ കേട്ടോ, ഇൻബൗണ്ടും ഔട്ട്ബൗണ്ടും. ഇൻബൗണ്ട് എന്ന് പറയുമ്പോൾ മാനുഫാക്ചറിങ് യൂണിറ്റിന്റെ ഉള്ളിലേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും, ബേസിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ബൈയിങ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് ഇൻഫ്ലോ ഓഫ് മെറ്റീരിയൽസ്, ടൂൾസ്, ഫൈനൽ ഗുഡ്സ് ഫ്രം സപ്ലൈസ് ടു പ്രൊഡക്ഷൻ യൂണിറ്റ് ഒക്കെയാണ് ഇതിൽ പറയുന്നത്. ഔട്ട്ബൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഫൈനൽ ഗുഡ്സ് അല്ലെങ്കിൽ റിലേറ്റഡ് ഇൻഫർമേഷൻ ഫ്ലോസ് എന്തിന് മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് എൻഡ് യൂസർക്ക് എത്തുക, അല്ലെങ്കിൽ ബയ്യേഴ്സിന്, അത് ആരാണോ വാങ്ങുന്നത് അവരിലേക്ക് എത്തുക എന്നുള്ളതാണ് ഔട്ട്ബൗണ്ട് ഓർ ഡൗൺ സ്ട്രീം ലോജിസ്റ്റിക്സ്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ലോജിസ്റ്റിക്. എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് അവിടെ ഉള്ളത് എന്നൊക്കെ നോക്കാം. റാപ്പിഡ് റെസ്പോൺസ്, ദ ഫേംസ് എബിലിറ്റി ടു സാറ്റിസ്ഫൈ കസ്റ്റമർ സർവീസ് റിക്വയർമെന്റ് ഇൻ എ ടൈംലി മാനർ. ടൈമിന്റെ ഇൻബൗണ്ട് ആയിട്ട്, അതായത് നമ്മളിപ്പോൾ ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2 ദിവസമാണ് അവരുടെ കൺഫർമേഷൻ അല്ലെങ്കിൽ ഓർഡർ പ്രോസസ്സ് ചെയ്യാൻ, കൺഫേം ചെയ്യാൻ എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആർക്കും എന്താണ് വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ പെട്ടെന്ന് റെസ്പോൺസ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ്, ഒരു ഡിസൈറബിൾ ടൈമില് അതിന് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ഡെലിവറി നടത്തുന്നുള്ളതാണ്. അതായത് പെട്ടെന്ന് ഓർഡർ കൺഫേം ചെയ്താലാണ് അതിനുള്ള ബാക്കി ആക്ടിവിറ്റീസ് നടക്കുക. അപ്പൊ അതിനനുസരിച്ചിട്ട് എന്തുണ്ടാവുക, അതേപോലെ തന്നെ ഡെലിവറി നടത്തുക എന്നുള്ളതാണ് ആ ഒരു സാധനം കസ്റ്റമറിന്റെ കയ്യിൽ എത്തുക എന്നുള്ളതാണ് നെക്സ്റ്റത്തെ ഒരു റാപ്പിഡ് റെസ്പോൺസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ദെൻ മിനിമം വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏറ്റവും കുറഞ്ഞിട്ട് എത്രത്തോളം, ഇപ്പൊ എങ്ങനെയായാലും നമുക്ക് എന്താണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡാമേജുകൾ സംഭവിക്കാം. ചിലപ്പോൾ ടൈമിന്റെ ഒരു ടൈം ബൗണ്ട്, നമ്മൾ ചിലപ്പോൾ കറക്റ്റ് ടൈമിന് പെട്ടെന്ന് ഒരു ഹർത്താൽ വരിക, അങ്ങനെയൊക്കെ വരികയാണെന്നൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടാവണ, മീറ്റ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ആയിട്ട് മീറ്റ് ചെയ്യാൻ ഉണ്ടാവണ സകല കാര്യങ്ങളും ഏറ്റവും കൂടുതൽ നമുക്ക് എങ്ങനെ കുറക്കാൻ പറ്റുമോ, ഏറ്റവും പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ അത് നമ്മൾ കസ്റ്റമറിന് എത്തിക്കാൻ പറ്റുമോ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചെയ്യാൻ വരണ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡിൽ സംഭവിക്കണ ഓരോ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഏറ്റവും കൂടുതൽ മിനിമൈസ് ചെയ്യാന്നുള്ള രീതിയിൽ അത് ഓപ്പറേറ്റ് ചെയ്യാം. Then minimum inventory has cost associated with it. Objective reduced to manage inventory to the lowest possible level of simultaneously achieving desired operating product. അതായത് മാക്സിമം പ്രൊഡക്റ്റ് മിനിമം കോസ്റ്റിൽ ചെയ്യാന്നൊക്കെ പറയില്ലേ, ആ ഒരു ടൈപ്പിലാണ് ഈ ഒരു വന്നിരിക്കുന്നത്. ഇൻവെന്ററി, അതായത് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ആ ഒരു രീതിയിലാണ് മിനിമം ഇൻവെന്ററി പറയുന്നത്. മൂവ്മെന്റ് കൺസോളിഡേഷൻ എന്ന് പറയുന്നത് എന്താണ്, ട്രാൻസ്പോർട്ട് കോസ്റ്റ് ഈസ് റിലേറ്റഡ് ടു ദ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ്, സൈസ് ഓഫ് ഷിപ്മെന്റ് ആൻഡ് ഡിസ്റ്റൻസ്. അപ്പൊ എന്താണ്, ആ ഒരു മൂവ്മെന്റിനെ ബാധിക്കൊണ്ട് ടു റെഡ്യൂസ് ട്രാൻസ്ഫോർമേഷൻ കോസ്റ്റ് ഇറ്റ് ഈസ് ഡിസൈറബിൾ ടു അച്ചീവ് മൂവ്മെന്റ് കൺസോളിഡേഷൻ. ജനറലി ദ ലാർജർ ദ ഓവറോൾ ഷിപ്മെന്റ് ദ ലോങ്ങർ ഡിസ്റ്റൻസ് ഈസ് ട്രാൻസ്പോർട്ടഡ് ദ ലോവർ ഇസ് ട്രാൻസ്പോർട്ട് കോസ്റ്റ് പെർ യൂണിറ്റ്. അതായത് എന്താണ്, ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടത്, പ്രീമിയം ആയിട്ട് നമ്മൾ ട്രാൻസ്പോർട്ട് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൈ കോസ്റ്റ് ആവും. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറക്കണം എന്നുണ്ടെങ്കിൽ മൂവ്മെന്റ് കൺസോളിഡേഷൻ നമ്മൾ എന്താണ് അച്ചീവ് ചെയ്യുക എന്നൊക്കെയുള്ള രീതിയിലാണ്. പിന്നെന്താണ്, ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ട്രാവൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ ലാർജ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഷിപ്മെന്റ് ചെയ്യുക. അപ്പൊ എന്താണ്, കോസ്റ്റ് പെർ യൂണിറ്റിന് അനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള പ്രൈസുകളാണ് നമുക്ക് വരിക എന്നുള്ള രീതിയിൽ മൂവ്മെന്റ് കൺസോളിഡേഷൻ. അതായത് എന്താണ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ, ഇപ്പൊ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, സൈസ് ഓഫ് ഷിപ്മെന്റ് ആയിക്കോട്ടെ, ഡിസ്റ്റൻസ് ആയിക്കോട്ടെ, ദൂരം, അതിന്റെ സൈസ് എത്രയാണ്, എന്ത് ടൈപ്പ് പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ ചില സാധനങ്ങൾ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എത്തിക്കേണ്ടി വരും, പക്ഷെ അത് ഭയങ്കര കോസ്റ്റ്ലി ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എന്താണ് പൊട്ടണ സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ റോഡ് മാർഗം നമുക്ക് കൊടുത്തയക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ അതിനനുസരിച്ചുള്ള കോസ്റ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് മൂവ്മെന്റ് കൺസോളിഡേഷൻ. ദെൻ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ക്വാണ്ടിറ്റി വൈസ് ആണ് നമ്മൾ എന്ത് പറഞ്ഞത്, ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ നമ്പേഴ്സ് വൈസ്, 1 കിലോ 2 കിലോ 3 കിലോ. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു എന്തുണ്ടാവുക, നല്ല രീതിയിലുള്ള ഇപ്പോൾ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണെന്നൊക്കെ പറയില്ലേ, അതിൽ ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ എന്താണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. കൊമേഴ്സ് പഠിച്ച കുട്ടികൾക്ക് TQM എന്താണെന്ന് അറിയാം. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റിനെ എന്താണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയില്ല, അങ്ങനെ ഒരു മാനേജ്മെന്റിന് സെറ്റ് ചെയ്യുക. അതിനെന്താണ് ലോജിസ്റ്റിക്കൽ റിനൻസിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് ഈ ഒരു TQM സെറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. ദെൻ ലൈഫ് സൈക്കിൾ സപ്പോർട്ട്. എന്താണ് ലൈഫ് സൈക്കിൾ സപ്പോർട്ട്? അടുത്തൊരു എന്താണ് ഓപ്പറേഷൻ ആണ്. ദ ഫൈനൽ ലോജിസ്റ്റിക്കൽ ഡിസൈൻ ഒബ്ജക്റ്റീവ്സ് ഈസ് ലൈഫ് സൈക്കിൾ സപ്പോർട്ട്. ഫ്യൂ ഐറ്റംസ് ആർ സോൾഡ് ഔട്ട്, സം ഗ്യാരണ്ടി ദാറ്റ് പ്രൊഡക്റ്റ് വിൽ പെർഫോംഡ് ആസ് അഡ്വർടൈസ് ഓവർ എ സ്പെസിഫൈഡ് പീരീഡ്.
Product recall is a critical component resulting from increasingly rigid quality standards, product expiry date, and responsibility for hazarded consequence. We across cases the companies just could recall. ചില സാധനങ്ങൾ എന്താണ്, ചില സാധനങ്ങൾ നമ്മൾ എന്തുണ്ടായി, ഒരു കമ്പനി പുറത്തിറക്കി, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഇത്ര കാര്യങ്ങൾ നമ്മൾ ഫ്ലോപ്പ് ആയിരുന്നു, ഫെയിലിയർ ആയിരുന്നു പറയുമ്പോഴാണ് അത് തിരിച്ചു വിളിക്കും എന്നൊക്കെ കേട്ടിട്ടില്ലേ. റീകാളിംഗ് കാൾസ് ടു എൻഷർ സർട്ടൻ ക്വാളിറ്റി സ്പെസിഫിക്കേഷൻ, ചില ക്വാളിറ്റിക്കൽ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ, അതായത് ലൈഫ് സൈക്കിൾ സപ്പോർട്ട് കൊടുക്കുക. റിട്ടേൺ ലോജിസ്റ്റിക്സ് റിക്വയർസ് ഓൾസോ റിസൾട്ട് ഫ്രം ദ ഇൻക്രീസിംഗ് നമ്പർ ഓഫ് ലോസ് പ്രോഹിബിറ്റിംഗ് ഡിസ്പോസൽ ആൻഡ് എൻകറേജ് റീസൈക്ലിംഗ് ഓഫ് ബിവറേജ് കണ്ടെയ്നേഴ്സ് ആൻഡ് പാക്കേജിംഗ് മെറ്റീരിയൽസ്. അപ്പൊ ചില സാധനങ്ങൾ എന്താണ് റിട്ടേൺ ചെയ്യേണ്ടി വരും. അപ്പൊ ആ ഒരു ടൈപ്പിലുള്ളതാണ് എന്ത് പറയുന്നത്, ഈ ഒരു ലൈഫ് സൈക്കിൾ സപ്പോർട്ടിൽ കൊടുക്കുന്നത്. അത് എന്താണെന്നുണ്ടെങ്കിൽ അതിനൊരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള രീതിയിൽ. നെക്സ്റ്റ് ലോജിസ്റ്റിക്സ് ഫോംസ്. ഏതൊക്കെ ഫോമുകളാണ് ഉള്ളത്? പ്രൊക്യൂർമെന്റ് ലോജിസ്റ്റിക്സ്, പ്രൊക്യൂറിംഗ് റോ മെറ്റീരിയൽസ് ആൻഡ് പാർട്സ്. ഈ ഒരു ലോജിസ്റ്റിക്സ് എന്താ ചെയ്യണത്, റോ മെറ്റീരിയൽസ് ആൻഡ് പാർട്സിന്റെ ഒരു ഫ്ലോ ആണ്. എന്ത്, ഫ്രം ഫോർ മാനുഫാക്ചറിങ് ആർ പ്രൊഡ്യൂസഡ് ഫ്രം സപ്ലയേഴ്സ്. സപ്ലയേഴ്സിന്റെ അടുത്ത് നിന്നുള്ള ലോജിസ്റ്റിക്സ് ഈസ് പ്രൊക്യൂർമെന്റ് ലോജിസ്റ്റിക്സ്. Procurement logistics is a flow of goods when the raw materials and part necessary for manufacturing are procured from suppliers. സപ്ലയേഴ്സിന്റെ ഇടയിൽ നിന്ന് റോ മെറ്റീരിയൽസും അല്ലെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ, നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷൻ ആണ്, അപ്പൊ എന്താണ്, നമുക്ക് റോ മെറ്റീരിയൽസ് തരുന്ന ഒരുപാട് സപ്ലയേഴ്സ് ഉണ്ടാവും. ആ സപ്ലയേഴ്സിന്റെ അടുത്ത് നിന്നുള്ള സാധനങ്ങളൊക്കെ പ്രൊക്യൂർ ചെയ്യുക, നമ്മൾ വാങ്ങി വെക്കുക എന്നുള്ള രീതിയിലാണ് എന്ത്, പ്രൊക്യൂർമെന്റ് ലോജിസ്റ്റിക്സ്. അപ്പൊ അതിന്റെ സ്ഥലങ്ങൾ നോക്കേണ്ടി വരും, എത്തേണ്ടി വരും, ബൾക്കുള്ള ഓർഡർ വേണോ, കുറച്ച് ഓർഡർ മതിയോ എന്നൊക്കെയുള്ള രീതിയിലാണ് എന്ത്, പ്രൊക്യൂർമെന്റ് ലോജിസ്റ്റിക്സ്. പ്രൊഡക്ഷൻ ലോജിസ്റ്റിക്സ് എന്താണ് നെക്സ്റ്റ് നോക്കാം. എന്താണ്, ഇൻക്ലൂഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്, പ്രൊഡക്ഷൻ മാനേജ്മെന്റ് ആൻഡ് ഷിപ്പിംഗ്. എന്തൊക്കെയാണ്? മാനേജ്മെന്റ് ഓഫ് പ്രൊക്യൂർഡ് പാർട്സ് മെറ്റീരിയൽസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻസൈഡ് എ ഫാക്ടറി, പ്രൊഡക്റ്റ് മാനേജ്മെന്റ്, പാക്കേജിംഗ് ആൻഡ് ഷിപ്പിംഗ് ടു വെയർഹൗസ്. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പാർട്സും പിന്നെ മെറ്റീരിയൽസ് ഒക്കെ, റോ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങാന്ന് പറഞ്ഞില്ലേ, ആ സാധനങ്ങൾ ഇൻസൈഡ് ദ ഫാക്ടറി, ഫാക്ടറിന്റെ ഉള്ളില് യഥാസ്ഥാനത്തേക്ക് അവിടെ സാധനങ്ങൾ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്താണ്, അവിടേക്ക് എന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, പ്രൊഡക്റ്റ് മാനേജ്മെന്റ്, പാക്കേജിങ്ങിന്റെ കാര്യത്തിലൊക്കെ എന്താണ്, ഷിപ്പിംഗ് ടു വെയർഹൗസ് വരെയുള്ള കാര്യത്തിൽ ആ മെറ്റീരിയൽസും ആ പാർട്സും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയക്ക് അത്തരം കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് എത്തിച്ചു കൊടുക്കുക. അപ്പൊ അതായത് പ്രൊക്യൂർ മാനേജ്മെന്റ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ ടയർ ഫാക്ടറി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റബ്ബറാണ് വാങ്ങിയത്. അപ്പൊ റബ്ബറാണ് വാങ്ങിയത് എന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഇന്ന സ്ഥലത്ത് ഈ റബ്ബർ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ അത് കെമിക്കലും കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഏരിയക്ക് ഈ ഒരു റബ്ബറും കൂടി കൊടുക്കുക എന്നുള്ള രീതിയിൽ. അതായത് ഇന്ന ഏരിയക്ക് ആ ഒരു സാധനം എത്തിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിങ്ങിന്റെ ഉള്ളിൽ നിന്നിട്ട് എന്താണ്, ഈ ഒരു നമ്മൾ പ്രൊക്യൂർമെന്റ് ലോജിസ്റ്റിക്സിൽ നമ്മൾ കൊണ്ടുവന്ന സാധനം എന്ത് ചെയ്യുക, അത് ഫ്ലോ ഓഫ് ഗുഡ്സ്, ആ ഒരു സാധനങ്ങൾ ഫ്ലോ നടത്തുക. ദെൻ സെയിൽസ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, ഫോർ ഡെലിവറി ഓഫ് പ്രൊഡക്റ്റ് ഫ്രം വെയർഹൗസ് ടു ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ്. അതെന്താണ്, കൺസ്യൂമേഴ്സിന് ഇപ്പൊ നമ്മളെ സാധനം എന്താണ് വെയർഹൗസിലെത്തി, പ്രൊഡക്റ്റ് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സ് വെയർഹൗസിലെത്തി. അപ്പൊ വെയർഹൗസ് എന്ന് ഒന്നെങ്കിൽ ഹോൾസെയിലേഴ്സിന്, അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിന്, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് എന്താണ് ഈ ഒരു സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് എന്തുള്ളത്. അപ്പൊ അതിനെന്താണ്, ഡെലിവറി സെന്റേഴ്സ്, ലോജിസ്റ്റിക്, വെയർഹൗസ്, ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ് ഒക്കെ ഉണ്ടാവും. പിന്നെന്താണ്, ഓൺലൈൻ ഷോപ്പിങ്ങും ഇ കൊമേഴ്സിനൊക്കെയാണ് ഈ ഒരു സാധനങ്ങൾ കൂടുതലായിട്ട് കൊണ്ടുവരിക. അതേപോലെ തന്നെ എന്താണ്, ഹയർ എഫിഷ്യൻസി ഇൻ ട്രാൻസ്പോർട്ടേഷൻ, ഡെലിവറി, ഷ്രിങ്കിങ് ഇൻവെന്ററി. ഷ്രിങ്കിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരുങ്ങുക എന്നാണ് ഇതിന്റെ അർത്ഥം. പക്ഷെ ഇൻവെന്ററി ചിലത് മിസ്സാവുക, 100 പ്രൊഡക്റ്റ് കുറഞ്ഞതിൽ ചിലപ്പോൾ 2 മിസ്സാവുക, അതിൽ കാണാനില്ലാതാവുക എന്നൊക്കെയാണ്, ചുരുങ്ങി പോവുക എന്നൊക്കെ ഉള്ളതാണ് ഷ്രിങ്കിങ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ദെൻ റിക്കവറി ഓർ റിവേഴ്സ് ലോജിസ്റ്റിക്സ്. ഇതെന്താണ്, റിവേഴ്സ് ലോജിസ്റ്റിക് ഇമ്പോർട്ടൻറ്റ് ഫോർ റിക്കവറിംഗ് ആൻഡ് റീസൈക്ലിംഗ് പ്രൊഡക്ട്സ്, കണ്ടെയ്നേഴ്സ്, പാക്കേജിങ്. റിക്കവറി ലോജിസ്റ്റിക്സ് ഈസ് ദ ഫ്ലോ ദാറ്റ് റിക്കവേഴ്സ് റീസൈക്കിൾ പ്രൊഡക്റ്റ്, കണ്ടെയ്നേഴ്സ് ആൻഡ് പാക്കേജിംഗ് ദാറ്റ് ഫുൾഫിൽഡ് ദർ റോൾ. ഈ ഒരു റിക്കവറി അല്ലെങ്കിൽ റിവേഴ്സ് ലോജിസ്റ്റിക്സ് എന്താണ്, റീസൈക്ലിങ്ങിന്റെ ആ ഒരു ഏരിയയിലാണ് എന്തുള്ളത് പറയുന്നത്. എന്തൊക്കെ കണ്ടെയ്നേഴ്സ്, പാക്കേജസ് ഒക്കെ എന്താണ് റിക്കവർ ചെയ്യുക എന്നുള്ള രീതിയിലാണ്. റീസൈക്ലിംഗ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നതോ, ഈ ഒരു റിക്കവർ ചെയ്ത അല്ലെങ്കിൽ റിക്കവർ ചെയ്തിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പൊ ആ ഒരു സാധനമൊക്കെ റീസൈക്ലബിൾ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, റിക്കവറി ലോജിസ്റ്റിക്സ് ഒക്കെ എന്ത് ചെയ്യുക, റിക്കവറിങ് റീസൈക്ലിംഗ് എം ടി ക്യാൻസ്, നമ്മൾ അവിടെ പറഞ്ഞത് കണ്ടെയ്നേഴ്സ്, പാക്കേജിംഗ് ഒക്കെ എന്താണ് റിക്കവർ ചെയ്യുന്നുള്ളതാണ്. എം ടി ക്യാൻസ്, പ്ലാസ്റ്റിക് ബോട്ടിൽസ്, ഓൾഡ് പേപ്പർ കണ്ടെയ്നേഴ്സ്, പാക്കേജിംഗ് മെറ്റീരിയൽസ്. അപ്പൊ ഇത്തരം സാധനങ്ങളൊക്കെ റീസൈക്ലിംഗ് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ
എന്ത് ചെയ്യാം. അപ്പൊ അത് അങ്ങനെയും ഒരു ശ്രമത്തിൽ എന്ത് ചെയ്യാം, റീസൈക്ലിംഗ് ലോജിസ്റ്റിക്സ് ചെയ്യാന്നുള്ളതാണ് എന്തുള്ളത്, ലോജിസ്റ്റിക്സിന്റെ ഫോംസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങളാണ് എന്തിലുള്ളത്, ഈ ഒരു ഫസ്റ്റത്തെ യൂണിറ്റിൽ ഉള്ളത്. കൺസെപ്റ്റ്, പ്രിൻസിപ്പിൾസ് ആൻഡ് ഫോംസ്. അപ്പൊ ഇതൊക്കെ നമ്മൾ റോള് പഠിച്ചു, ഫങ്ഷൻസ് പഠിച്ചു, അതേപോലെ തന്നെ എന്താണ് ക്ലാസിഫിക്കേഷൻസ് പഠിച്ചു, ഇൻബൗണ്ട്, ഔട്ട് ബൗണ്ട്, ദെൻ ഫോംസ് പഠിച്ചു. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഉള്ളത്. ഇനി ഇതിൽ ഈ ഗ്ലോസറിയിൽ ബിസിനസ് ലോജിസ്റ്റിക്സ് എന്താണ്, ഇൻവെന്ററി കൺട്രോള്, ലോഡ് യൂണിറ്റൈസിങ്, ഈ ഒരു ടേം നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പൊ എന്താണ്, എഫിഷ്യന്റ് മീൻസ് ഓഫ് പാക്കേജിങ്, അറേഞ്ചിങ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രൊഡക്റ്റ് ഇൻ ടു അപ്രോപ്രിയേറ്റ് യൂണിറ്റ് ഫോർ ഈസി ഹാൻഡ്ലിംഗ് ബൈ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്. അതായത് എന്താണ്, പാക്കേജ് ചെയ്യുക, അറേഞ്ച് ചെയ്യുക, എന്നിട്ട് എന്താണ് ഏത് അപ്രോപ്രിയേറ്റ് യൂണിറ്റിക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ എന്ത് ചെയ്യാം, എക്യുപ്മെന്റ് ചെയ്യണതാണ് എന്ത്, ലോഡ് യൂണിറ്റൈസിങ് എന്ന് പറയാം. അതായത് കറക്റ്റ് ആയിട്ടുള്ള യൂണിറ്റിക്ക് നമ്മളൊരു സാധനങ്ങൾ കൊടുക്കുക. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ആണ് ഇപ്പൊ പറഞ്ഞു നിർത്തിയത്.